പ്രതിപക്ഷം ആളിക്കത്തിക്കാൻ ശ്രമിച്ച പാലക്കാട് ബ്രൂവറി വിവാദം പൂർണ്ണമായി തള്ളി മുഖ്യമന്ത്രി. മദ്യനിർമ്മാണ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. മദ്യനിർമ്മാണ പ്ലാന്റിന് അനുമതി നൽകുന്നത് സർക്കാരിന്റെ വിവേചനാധികാരമാണ്. വ്യവസായത്തിന് വെള്ളം നൽകുന്നത് മഹാപാപമല്ലെന്നും പിണറായി പറഞ്ഞു. ഇക്കാര്യത്തില് സംശയിക്കത്തക്ക യാതൊന്നുമില്ല. ഇനിയും നിക്ഷേപകർ ഇതുപോലെ ഗുണപരമായ നിർദ്ദേശവുമായി വന്നാൽ സർക്കാർ പ്രോത്സാഹിപ്പിക്കുക ചെയ്യും. നിക്ഷേപ പദ്ധതി സ്വീകരിക്കണോ വേണ്ടയോ എന്നത് പൂർണ്ണമായും സർക്കാരിൻ്റെ വിവേചനാധികാരമാണ്. പൂർണ്ണമായി സംസ്ഥാനത്തിന് ഗുണമുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചാൽ സർക്കാർ തന്നെയാണ് അനുമതി നൽകുക. പ്രാഥമിക അനുമതിയാണ് നൽകിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ പഞ്ചായത്തിനെ കൺസൾട്ട് ചെയ്യില്ല. വ്യവസായ സ്ഥാപനങ്ങൾക്ക് ജലം നൽകുന്നത് മഹാപാവമല്ല. കുടിവെള്ളവും ജലസേചനവും ഉറപ്പാക്കി വ്യവസായത്തിനും വെള്ളം കൊടുക്കാം. PP കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേടെന്ന CAG റിപ്പോർട്ട് കണ്ടെത്തലും പിണറായി തള്ളി. കോവിഡ് കാലവും സാധാരണ കാലവും തമ്മിലുള്ള വ്യത്യാസം വെറും കണക്കുകൾ കണ്ടാൽ മനസ്സിലാവുകയില്ല. യാന്ത്രികമായി അക്കങ്ങൾ മാത്രം കൂട്ടി നോക്കുമ്പോൾ യഥാർത്ഥ വസ്തുത കാണാൻ കഴിയില്ല. ഇവിടെ സംഭവിച്ചതും അതുതന്നെയാണ്. 2016-17 മുതൽ 6 വർഷത്തെ ഡാറ്റ എടുത്ത് മൊത്തത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ കണക്കാക്കുകയാണ്. കോവിഡ് എന്ന അസാധാരണ കാലഘട്ടത്തിലെ നിരക്കും തീരുമാനങ്ങളും കോവിഡിന് മുൻപും പിൻപുമുള്ള കാലഘട്ടത്തിലെ നിരക്കുമായി ഇടകലർത്തി അവ്യക്തത സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അർജുൻ, അഴിമതി ആരോപണം ഉന്നയിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാം എന്ന് പ്രതിപക്ഷം കരുതിയെങ്കിൽ ശക്തമായ മറുപടിയുമായി മുഖ്യമന്ത്രിയും രംഗത്തെത്തി. ഇന്ന് എന്തൊക്കെയാണ് സഭയിൽ നടന്നത്? രജീഷ്, എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനി അതിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും പ്രാദേശികമായ എതിർപ്പും വലിയ ഉയർന്ന തലത്തിൽ തന്നെ തുടരുകയാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ മറുപടി പ്രസംഗം. ഈ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇത് 2023 സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ആ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനമാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റുണ്ടെന്ന് ഈ സർക്കാർ കരുതുന്നില്ലെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. ഇക്കാര്യത്തിൽ ടെൻഡർ നടപടികൾ ക്ഷണിച്ചിട്ടില്ലെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെയും മുഖ്യമന്ത്രി പൂർണ്ണമായും തള്ളുകയാണ്. ഏതെങ്കിലും തരത്തിലൊരു വ്യവസായ സംരംഭം സംസ്ഥാനത്ത് നിക്ഷേപം കൊണ്ടുവരികയാണെങ്കിൽ അതിലെന്തിനാണ് ടെൻഡർ നടപടികൾ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. നാളെ ടാറ്റ വന്ന് നിക്ഷേപം നടത്താൻ സംസ്ഥാനത്തെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ടെൻഡർ വിളിക്കാമെന്ന് ആരെങ്കിലും ചോദിക്കുമോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. മാത്രമല്ല, ഇതിന് സമാനമായിട്ട് മുൻപ് UDF കാലത്ത് നടത്തിയ പദ്ധതികളിൽ ഏതിലാണ് ടെൻഡർ നടപടികൾ വിളിച്ചിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി ചോദിക്കുകയാണ്. അങ്ങനെ ടെൻഡർ വിളിച്ചുകൊണ്ടല്ല ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത്, നിക്ഷേപങ്ങൾ തുടങ്ങേണ്ടതെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. ഇതിന് സമാനമായി ഇത്തരം മാതൃകയിൽ ഇനിയും നിക്ഷേപങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായും പിന്തുണ നൽകും, അത് നടപ്പാക്കുമെന്ന് അസന്നിഗ്ധമായും പ്രഖ്യാപിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. മറ്റൊന്ന്, പ്രാദേശിക തലത്തിൽ അവിടെ ജലദൗർലഭ്യം ഉണ്ട്, അക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പദ്ധതി എതിർക്കുകയാണ് ചിലർ. എന്നാൽ അക്കാര്യത്തിൽ ഉറപ്പുവരുത്തി അവിടെ ജലത്തിന്റെ പ്രശ്നം ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കും ഈ പദ്ധതി നടപ്പാക്കുക എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് പ്രാദേശികമായി അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷമായിരിക്കും ഈ പ്ലാന്റ് അല്ലെങ്കിൽ യൂണിറ്റ് അവിടെ തുടങ്ങുകയെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അഴിമതി ആരോപണം പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ കഴിയില്ല. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ എന്താണ് അഴിമതി എന്ന് ചോദിക്കുമ്പോൾ അത് വരും ദിവസങ്ങളിൽ പറയാമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. ഇക്കാര്യത്തിൽ മുൻ പ്രതിപക്ഷ നേതാവാണ് ഇതിൽ അഴിമതി ഉണ്ടെന്ന് ആരോപിച്ചത്. പക്ഷേ എന്താണ് അഴിമതി, ആരെങ്കിലും പണം വാങ്ങിയിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് മുഖ്യമന്ത്രിയും ഇന്ന് ചൂണ്ടിക്കാണിച്ചത്. ഇത് പദ്ധതിയെ എതിർക്കാൻ, ഒരു പുതിയ സംരംഭം വരുമ്പോൾ അതിനെ എതിർക്കാൻ കാണിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള നടപടി മാത്രമാണെന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. അതിനെ ആ രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ. ഈ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമെന്നാണ് മുഖ്യമന്ത്രി ഇന്നത്തെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, PPE കിറ്റുമായി ബന്ധപ്പെട്ട് അതിൽ ക്രമക്കേടുണ്ടായി എന്നാണ് CAG റിപ്പോർട്ടിൽ പറഞ്ഞത്. പക്ഷേ ആ സാഹചര്യം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, കോവിഡ് കാലമായിരുന്നു. ആ സമയത്ത് പരമാവധി PPE കിറ്റുകൾ, ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സമാഹരിക്കലായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ആ സമയത്ത് കൂടുതൽ തുകയ്ക്ക് അന്ന് PPE കിറ്റ് സംസ്ഥാന സർക്കാർ വാങ്ങിയതെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. അതിലൊരു അസ്വാഭാവികതയില്ലെന്നും ഇന്നത്തെ മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. അസാധാരണ സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ അടിയന്തരമായി വാങ്ങേണ്ട സാധനങ്ങൾ വാങ്ങുന്നതിൽ അസ്വാഭാവികതയില്ല. അത് സാധാരണ ചെയ്യേണ്ട പ്രവൃത്തി മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെയ്തതെന്നായിരുന്നു മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി പറഞ്ഞത്. അതിൽ ഇടപെട്ട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ കുറഞ്ഞ വിലയ്ക്ക് PPE കിറ്റ് നൽകാൻ തയ്യാറായിട്ടുള്ള കമ്പനിയെ മറികടന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടിയ തുകയ്ക്ക് സംസ്ഥാന സർക്കാർ PPE കിറ്റ് വാങ്ങിയതെന്ന ആക്ഷേപം വീണ്ടും ആവർത്തിച്ചു. അതിന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഒരു അസ്വാഭാവികതയുണ്ട് എന്ന് പ്രതിപക്ഷം ഉന്നയിക്കുകയാണെങ്കിൽ അത് പരിശോധിക്കാമെന്ന നിലപാട് എടുത്തിട്ടുണ്ട്. അത് തിരുപ്പൂരിലെ ഒരു കമ്പനിയാണ്. അവർ 550 രൂപയ്ക്ക് PPE കിറ്റ് നൽകാമെന്ന് അറിയിച്ചതാണ്. അതിന്റെ ഓർഡർ സംസ്ഥാന സർക്കാർ വാങ്ങുകയും ചെയ്തു. പക്ഷേ അതിനുശേഷമാണ് 1550 രൂപയ്ക്ക് PPE കിറ്റ് വാങ്ങാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുകയും അവരിൽ നിന്ന് ഓർഡർ സ്വീകരിക്കുകയും ചെയ്തത്. അതിലെന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്ന് കണ്ടെത്തി അത് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി എന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 2 മണിക്കൂർ നീണ്ട മറുപടി പ്രസംഗമാണ് മുഖ്യമന്ത്രി നടത്തിയത്. അതിൽ പ്രതിപക്ഷത്തെ പൂർണ്ണമായും തള്ളുകയും 2016 തൊട്ട് സംസ്ഥാന സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം. ശരി അർജുൻ.